ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രസ്ഥാനങ്ങള്, ഇനി ചോദിക്കാൻ പോകുന്ന പ്രസ്ഥാനങ്ങള്, അതായത് പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് ഉണ്ടല്ലോ. മൂവ്മെന്റ്സിനകത്ത് പുതിയ SCERT 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് പുതിയ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇനിയുള്ള എക്സാംസിന് പ്രതീക്ഷിക്കാം. ഇതിനകത്ത് നമുക്ക് അറിയാവുന്നത്, പ്രത്യേകിച്ച് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം സ്ഥിരം ചോദ്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ചേറെ പ്രസ്ഥാനങ്ങൾ താഴോട്ടുണ്ട്. അതിനകത്ത് ഈ ഗൂർഗാലാൻഡ് പ്രസ്ഥാനമൊക്കെ ഇപ്പം ചോദിച്ച് കാണുന്നതാണ്. സോ നമുക്ക് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി വേഗത്തിൽ ഒരു റിവിഷൻ പോലെ നോക്കി പോകാം. ആദ്യമായിട്ട് കർഷക പ്രസ്ഥാനങ്ങൾ അഥവാ പെസന്റ് മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, നമുക്ക് വേണ്ട പോയിന്റ്സ് നമ്മൾ പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മള് 55 ഹോട്ട് ടോപ്പിക്സ് പ്ലസ് SCERT NCERT ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിന്റെ കൂട്ടത്തില് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ്, ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. 499 രൂപയാണ് ഫുൾ കോഴ്സിന്റെ ഒരു ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അതിലേക്ക് വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി ആയിരിക്കുമല്ലോ കാർഷിക പ്രസ്ഥാനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഏത് കാലഘട്ടത്തില്? ഹരിത വിപ്ലവത്തോടനുബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം ലഭിച്ചു അല്ലെ. 1980കളുടെ മധ്യത്തോടെ നമ്മുടെ സാമ്പത്തിക നയങ്ങളിൽ വന്ന ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ പ്രതിസന്ധിയിലാക്കുന്നു. അങ്ങനെ ഉൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും തൊഴിൽ മേഖലയിലെയും ഗുരുതരമായി ബാധിക്കുന്നതായിരുന്നു കാർഷിക മേഖലയിലെ 1980കളിലെ പ്രശ്നം. ഇതിനെതിരെ ഉത്തർപ്രദേശില് രൂപപ്പെട്ട BKU അഥവാ ഭാരതീയ കിസാൻ യൂണിയൻ ഗ്രാമീണ കർഷകരെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭങ്ങൾ നടത്തി. എന്താണ് പേര് നോക്കി വെക്കുക, ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശിലാണ്, കർഷകർക്ക് വേണ്ടിയിട്ട്. മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം തുടങ്ങിയവ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായ കർഷക മുന്നേറ്റ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഒന്നുകൂടെ പറയട്ടെ, ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം, ഇതൊക്കെ കർഷക മുന്നേറ്റ പ്രസ്ഥാനങ്ങളാണ്. 2020-21 കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു കർഷക പ്രതിസന്ധി ഉണ്ടാവുകയും കർഷക സമരങ്ങൾ വരികയൊക്കെ ചെയ്തു. അപ്പം ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ 2020-21, അത് കറണ്ട് അഫയർ പോലെ ഓർക്കുക, സംയുക്ത കിസാൻ മോർച്ച ഡൽഹി അതിർത്തി പ്രദേശങ്ങളില് ആർക്കെതിരെയാണ് ഇവർ പ്രവർത്തിച്ചത്? കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കപ്പെട്ടു അല്ലെ. സംയുക്ത കിസാൻ മോർച്ച ഓർത്തു വെച്ചേക്ക, സംയുക്ത കിസാൻ മോർച്ച ഡൽഹിയിലെ അതിർത്തി പ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ 2021 നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമരത്തെ തുടർന്ന് കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു. അപ്പൊ സംയുക്ത കിസാൻ മോർച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഡൽഹി അതിർത്തിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പണ്ട് 1980കളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഒന്ന് ഭാരതീയ കിസാൻ യൂണിയൻ, 2 മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജസ്ഥാനില് മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയോടനുബന്ധിച്ച് അവര് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. വിവരാവകാശത്തിനായിട്ടുള്ള പ്രസ്ഥാനവും അതിനെ തുടർന്നുണ്ടായ നിയമവും പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വിജയത്തിനും ഉദാഹരണമാണ്. ഏത് വർഷം? 1990 രാജസ്ഥാനില് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ MKSS എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന്, വിവരാവകാശത്തിനുള്ള പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുന്നത്. രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നാക്ക പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കാൻ ആവശ്യപ്പെട്ടത്. സ്കൂളുകള്, ഡിസ്പെൻസറികള്, ചെറിയ ഡാമുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന സംശയത്താലായിരുന്നു ഏതാണ് സ്ഥലം? രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന സ്ഥലത്താണ് ഇതിന്റെ ഡേറ്റാസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ സമരം ചെയ്യാൻ തുടങ്ങിയത്. ഇത് MKSSന്റെ ആഭിമുഖ്യത്തില് ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെടുകയും ദേശീയ തലത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, പ്രസ് കൗൺസില്, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ, അതായത് ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. ഈ പശ്ചാത്തലത്തിൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ചേറെ പോയിന്റ്സ് ഇവിടെ വന്നു. 90 രാജസ്ഥാനിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്
റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് തുടക്കം കുറിച്ചത്. ഏതാ സ്ഥലം? ഭീം തഹസിൽ എന്ന പിന്നോക്ക പ്രദേശത്ത് ഈ പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ വേണം എന്നുള്ള ആവശ്യത്തോടു കൂടിയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, നോക്കിക്കേ. MKSSന്റെ ആഭിമുഖ്യത്തില് ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾ റൈറ്റ് ടു ഇൻഫർമേഷൻ രൂപീകരിക്കപ്പെടുകയും ദേശീയ തലത്തില് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി മുന്നോട്ട് വരികയും ഡ്രാഫ്റ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ 2005 ഇത് വരുന്നത്. സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? 2005 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കുകയും 2005 ഒക്ടോബർ 12 നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പൊ ഇത് എല്ലാ വർഷവും ചോദിക്കും. ഏതാണ് ഡേറ്റ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. പൊതുസ്ഥാപനത്തിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണിത്. ഇത് പ്രകാരം എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ഒരു വിവരാവകാശത്തിന് നമ്മൾ ഒരു ഹർജി കൊടുത്താൽ അത് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ വിവരാവകാശത്തിന്റെ ഡേറ്റ കിട്ടണം. ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാണെങ്കിലോ 48 മണിക്കൂർ 2 ദിവസത്തിനകം വിവരം കൊടുക്കണം. വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിലും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന് മേലധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാം. വിവരാവകാശ നിയമത്തിന്റെ നടത്തിപ്പിനായിട്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിനും എന്തുണ്ട്? വിവരാവകാശ കമ്മീഷനുണ്ട്. ജനാധിപത്യത്തിൽ സുതാര്യത അത്യന്താപേക്ഷിതമായതിനാലും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിനാലും പൊതുകാര്യങ്ങൾ സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ പൗരർക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പം ഡേറ്റ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ 2005 ഒക്ടോബർ 12 MKSSന്റെ ഭാഗമായിട്ടാണ് വന്നത്. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ പൗരന്മാർ ആവശ്യപ്പെട്ട വിവരം കൊടുക്കണം. ജീവന ആപത്താണെങ്കിൽ 48 മണിക്കൂർ. ഓക്കെ ആണല്ലോ? ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൂടുതൽ. അടുത്തത് പ്രാദേശിക പ്രസ്ഥാനങ്ങളാണ്. ഓരോ സ്ഥലത്തെയും പ്രത്യേകിച്ചുള്ള പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ ഇന്ത്യയിൽ പല സ്ഥലങ്ങളുണ്ട്, പല ജീവിത രീതി, മതം, വംശം ഇതെല്ലാം ഉണ്ട്. അങ്ങനെ പ്രാദേശിക പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ പ്രത്യേക പരിഗണന, ആനുകൂല്യം, സംരക്ഷണം ഈ ഒരു ആവശ്യത്തിനായിട്ട് പല പ്രദേശങ്ങളിലും എന്തുണ്ടായിട്ടുണ്ട്? പ്രാദേശിക പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാണ് ദ്രാവിഡ പ്രസ്ഥാനം. നോക്കി വെക്കുക. എന്താണ് ദ്രാവിഡ പ്രസ്ഥാനം? ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം, തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ സ്വാധീനത്താൽ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ തുടക്കങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ ആരംഭിച്ചതാണ് ദ്രാവിഡ പ്രസ്ഥാനം. തമിഴ്നാട്ടിലാണ് ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ സംസ്കാരത്തിനുമേൽ ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നത് നിർത്തുക. ഇതായിരുന്നു ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. EV രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ ഒരു പ്രസ്ഥാനം ഉടലെടുത്തിരിക്കുന്നത്. EV രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കരുടെയാണ് ആത്മാഭിമാന പ്രസ്ഥാനം. ഇതിൽ നിന്നാണ് എന്ത് ആശയം എടുത്തിരിക്കുന്നത്? ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ. പിന്നീട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകമായി DMK ആയിട്ട് മാറി. ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിലെത്തി. പിന്നീടുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ വിവിധ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ദർശിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് വേണ്ട പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ദ്രാവിഡ പ്രസ്ഥാനം തമിഴ്നാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏത് കാലഘട്ടത്തിൽ? 20ാം സെഞ്ചുറിയുടെ തുടക്കത്തിലാണ് വരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം, രാഷ്ട്രീയ ശാക്തീകരണം ദ്രാവിഡ ജനതയുടെ. ഇതിന് എവിടെ നിന്നാണ് ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത്? EV രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിൽ നിന്നും. പിന്നീട് അദ്ദേഹം എന്ത് രൂപം കൊടുത്തു? ദ്രാവിഡ കഴകം രാഷ്ട്രീയ പാർട്ടിക്ക്. ഈ ദ്രാവിഡ കഴകമാണ് പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം DMK ആയിട്ട് മാറുന്നത്. ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിലെത്തി. ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കുക, സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അടുത്തതാണ് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് അനിയന്ത്രിത കുടിയേറ്റം ഒരു പ്രദേശത്തെ തദ്ദേശീയ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന വംശീയ, ഭാഷാ, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തി ആണ് ഈ ഒരു അതായത് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പം ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അസം പ്രസ്ഥാനം. അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി, അതായത് ഈ അതിരുകളിലുള്ള സംസ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും ആയിരിക്കും ഇത് കൂടുതലായിട്ട് വരുന്നത്. അതിന് എതിരെയാണ് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അസം പ്രസ്ഥാനം. ഒരു കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് അസം പ്രസ്ഥാനം. കുടിയേറ്റത്തിനെതിരെ വിശേഷിച്ച് ബംഗ്ലാദേശികൾ, ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഈ കിഴക്കൻ അതിരുകളുണ്ടല്ലോ, ആ അതിരുകളില്
ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 85 വരെ അസമിൽ നടന്നതാണ് അസം പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആണ് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം അസം ജനതയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നും ഇവര് അറിയിച്ചു. 1951 ശേഷം അനധികൃതമായി അസമിൽ കുടിയേറിയവരെ പുറത്താക്കാൻ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. വ്യാപകമായ അക്രമങ്ങൾക്കും സംഘർഷങ്ങൾക്കും സമരം വഴിയൊരുക്കി കേന്ദ്ര സർക്കാർ പ്രക്ഷോഭകരുമായിട്ട് 1985 ഒപ്പുവെച്ച കരാറും തുടർന്നുണ്ടായ ജനാധിപത്യ ഇടപെടലുകളും ഒക്കെ അസം പ്രസ്ഥാനത്തെ തൽക്കാലം ഒന്ന് പരിഹരിച്ചു. അപ്പൊ വർഷം ഓർത്ത് വെച്ചേക്കാം, 1979 മുതൽ 1985 വരെയാണ് ഇത് നടന്നത്. ഓർത്തു വെച്ചേക്കാം, ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആണ് അസം പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം നിർത്തുക, ഇതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ സ്വയം ഭരണത്തിന് വേണ്ടിയിട്ട് കുറെ പ്രസ്ഥാനങ്ങളുണ്ട്, പട്ടികയൊക്കെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അതായത് സ്വയം ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രാജ്യത്തിനുള്ളിൽ കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടോ പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടോ പല പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പ്രാദേശികമായി അവഗണിക്കുക, ന്യൂനപക്ഷം പോലെ അല്ലെങ്കിൽ എന്ന മനോഭാവം, ഭാഷാപരം, സാംസ്കാരികപരമായുള്ള പ്രത്യേകത, അസന്തുലിതമായിട്ടുള്ള സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇങ്ങനെ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസ്ഥാനങ്ങൾ വന്നത്. അതിനകത്ത് ഒന്നാണ് ഗൂർഖാലാൻഡ് പ്രസ്ഥാനം. എന്താണ് ഗൂർഖാലാൻഡ് പ്രസ്ഥാനം? നേതൃത്വം കൊടുത്ത സംഘടന ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ആണ്. പശ്ചിമ ബംഗാളില് നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക, ഇതായിരുന്നു ഈ ഗൂർഖാലാൻഡ് പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം. പശ്ചിമ ബംഗാളില്, വെസ്റ്റ് ബംഗാളില് നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പരിഹരിക്കപ്പെട്ടത് 1988 സ്വയം ഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകി. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിക്കപ്പെട്ടു. അപ്പൊ ഗൂർഖാലാൻഡ് പശ്ചിമ ബംഗാളിലാണ്. ഗൂർഖ ലിബറേഷൻ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത്. ജാർഖണ്ഡ് പ്രസ്ഥാനം, അത് നേതൃത്വം കൊടുത്തത് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന സംഘടനയാണ്. ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് മേഖല വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ജാർഖണ്ഡ് പ്രസ്ഥാനം. ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് മേഖല വിഭജിക്കുക. അങ്ങനെ 2000 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ജാർഖണ്ഡ് പ്രസ്ഥാനം വന്നത്. ജാർഖണ്ഡ് മുക്തി മോർച്ച എവിടെ നിന്ന് വേർതിരിക്കണം? ബീഹാറിൽ നിന്നും. 2000 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ദെൻ തെലങ്കാന പ്രസ്ഥാനം നമുക്കറിയാം. തെലങ്കാന 2014 രൂപീകരിക്കപ്പെട്ടു. തെലങ്കാന പ്രസ്ഥാനം ആന്ധ്രാപ്രദേശിനെ തെലങ്കാന സംസ്ഥാനമാക്കി വേറെ വേർതിരിക്കുക, അല്ലെ? ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തെലങ്കാന രാഷ്ട്ര സമിതിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് തെലങ്കാന പ്രസ്ഥാനം. അങ്ങനെ 2014 തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചു. ഗൂർഖാലാൻഡ് പ്രസ്ഥാനം, ജാർഖണ്ഡ് പ്രസ്ഥാനം, തെലങ്കാന പ്രസ്ഥാനം, ഈ 3 ഇമ്പോർട്ടന്റ് ആണ്. ജാർഖണ്ഡ് 2000 തെലങ്കാന പ്രസ്ഥാനം 2014 രൂപീകരിച്ചു. 2 സംഘടനകളാണ്, ഒന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച, 2 തെലങ്കാന രാഷ്ട്ര സമിതി എന്ന് പറയുന്നത്. രണ്ടും തെറ്റിക്കരുത്. അതുപോലെ ഗൂർഖാലാൻഡും കൂടെ നോക്കി വെച്ചോളൂ. അടുത്തതാണ് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയും. എന്താണ് വിഘടനവാദം? എന്തായിരിക്കും അത്? അതായത് ഇന്ത്യയിൽ നിന്നും ചില പ്രദേശങ്ങൾ വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ് ഈ പറയുന്നത്. പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. എന്തൊക്കെയാണ്? പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ്, ഇതെല്ലാം വിഘടന പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ്. സ്വതന്ത്ര രാഷ്ട്രം വേണം എന്നുള്ളതാണ് ആവശ്യം. നോക്കിക്കേ, ഖാലിസ്ഥാൻ പ്രസ്ഥാനം, ഇതെല്ലാവരും കേട്ടിട്ടുണ്ട്. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ വന്നതാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പേരിൽ ഒരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞിട്ട് പഞ്ചാബിലാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം വരുന്നത്. സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗമായിരുന്നു ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ. ഖാലിസ്ഥാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചാബിലെ സിഖുകാരുമായിട്ട്. അതായത് പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായിട്ട് സായുധ മാർഗമാണ് ഇവർ സ്വീകരിച്ചത്. പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃത്സറിലെ സുവർണക്ഷേത്രത്തെ കലാപകാരികൾ കേന്ദ്രമാക്കി മാറ്റുകയും സുവർണക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടികളിലൂടെ അമർച്ച ചെയ്തു. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. കാരണം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്, അല്ലെ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 എവിടെയാണ് നടന്നത്? സുവർണക്ഷേത്രത്തില്
കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടികളിലൂടെ അമർച്ച ചെയ്തു. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്റെ 2 സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപത്തിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് സിഖുകാർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്ഗോവാളും ചേർന്ന് 1985 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് ഇത് മാറിയത്. തുടർന്നുണ്ടായ കാര്യക്ഷമമായ ജനാധിപത്യ നടപടിക്രമങ്ങളിലൂടെ പഞ്ചാബിൽ എന്ത് വന്നു? വിഘടനവാദം പൂർണ്ണമായിട്ടും നിർത്തി, പ്രത്യേക രാഷ്ട്രം വേണ്ട എന്ന് വെച്ചു. അപ്പം ഖാലിസ്ഥാൻ പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ഹിസ്റ്ററിയിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ പ്രസ്ഥാനം പഠിക്കുമ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. 2 ജമ്മു കാശ്മീരിലെ വിഘടനവാദമാണ്. ഇത് നമ്മുടെ ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയിൽ അനുച്ഛേദം 360 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന സംസ്ഥാനമാണ് നമ്മുടെ ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയോ പാകിസ്ഥാനിൽ ചേർക്കുകയോ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവയാണ് ഈ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇവർ നടത്തിയ സായുധ ആക്രമങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുകയുണ്ടായി. സമാധാന ചർച്ചകളിലൂടെയും പ്രത്യേക സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തി. ഇത് ഈ അടുത്തിടയ്ക്കാണ്. ജമ്മു കാശ്മീരിന് അനുവദിച്ചിരുന്ന അനുച്ഛേദം 370 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ 2019 കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസ്സാക്കുകയൊക്കെ ചെയ്തു. ഇത് പ്രകാരം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി എടുത്തു കളയുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 യൂണിയൻ ടെറിട്ടറി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അല്ലെ? അങ്ങനെ 2024 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിട്ട് സർക്കാർ രൂപീകരിക്കുകയൊക്കെ ചെയ്തു. അല്ലേ? അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എന്ന പോലെ വടക്ക് കിഴക്കൻ മേഖലകളിലും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ചില വിഘടനവാദ പ്രസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ പറയുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ നാഗാലാൻഡ് കിടക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. വടക്ക് കിഴക്കൻ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ പ്രധാനമായിട്ട് 2. മീസോ നാഷണൽ ഫ്രണ്ട്, നേതാവ് ലാൽ ഡോങ്കയാണ്. ആവശ്യം മീസോ ഗോത്രവർഗക്കായിട്ട് ഒരു പ്രത്യേക രാജ്യം കൊടുക്കുക. പരിഹാരം വന്നത് 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകാൻ തീരുമാനിച്ചു. സമ്പൂർണ്ണ മിസോറാമിന്. ഓക്കെ. ദെൻ നാഗ നാഷണൽ കൗൺസിൽ എന്ന് പറയും. അത് നേതാവ് അങ്കാമി സഫു ഫിസോയാണ്. നാഗാ പ്രദേശങ്ങളെ ഏകീകരിക്കുക, സ്വയംഭരണം കൊടുക്കുക, ഗോത്ര സംസ്കാര സംരക്ഷണം കൊടുക്കുക. 2015 നാഗാ സമാധാന കരാർ ഇതോടുകൂടിയിട്ട് ഒപ്പുവെച്ചു. അപ്പൊ മീസോ നാഷണൽ ഫ്രണ്ട് മിസോറാമിലാണ്, നാഗാ നാഷണൽ ഫ്രണ്ട് നാഗാ പ്രദേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇത് വടക്ക് കിഴക്കൻ മേഖലകളിലെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഖാലിസ്ഥാനും ജമ്മു കാശ്മീരിലെ വിഘടന പ്രസ്ഥാനങ്ങളും പഠിച്ചു വെക്കുക. അതുപോലെ മീസോ നാഷണൽ ഫ്രണ്ട്, നാഗാ നാഷണൽ കൗൺസിൽ, ഇതും ഓർത്തു വെച്ചേക്കാം. ഇന്ന് പറഞ്ഞ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സ് പ്ലസ് അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഇനി ഉള്ള പരീക്ഷകളിൽ ചോദിക്കാനുള്ള പോയിന്റ്സും ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഇതുപോലെ ഒരുപാട് പോയിന്റ്സ് അവിടെയും ഇവിടെയും നമുക്ക് വേണ്ടത് ചിതറിക്കിടപ്പുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിങ്ങനെ ടച്ച് ചെയ്ത് വേഗത്തിൽ ഒരു റിവിഷൻ പോലെ തീർത്തു പോകാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.